ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ ഞാൻ റവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അളവ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതാണ് സാധാരണയായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ള ഗ്ലാസ്. പിന്നെ ഒരു അരിപ്പ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ റവയെ ഈ ഗ്ലാസ്സിലേക്ക് അളവ് പാത്രത്തിലാക്കി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിപ്പ തട്ടിൽ അരിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ റവയെ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇത് വറുത്ത റവയല്ല, നമുക്കിത് വറുത്തെടുക്കണം. അധികം ബ്രൗൺ കളറിലേക്കൊന്നും പോവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാവുക അത്ര തന്നെ. പിന്നെ നമുക്കിതൊരു സ്മെല്ല് വരും. നമ്മളുടെ ഈ റവ എന്താണ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേറൊരു സ്മെല്ല് വരാൻ തുടങ്ങും, ഒരു നല്ല മണം. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അതാണ് ഏകദേശം ചൂടായി, അല്ലെങ്കിൽ ആവി പോകുന്ന പോലെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങോട്ട് ഓഫാക്കുക. അപ്പോൾ ചൂടായ റവയെ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിടാണ്. നമ്മളെടുക്കുന്ന റവയുടെ അളവ് അനുസരിച്ച് വേണം നമുക്ക് എന്തോരം ചെറിയുള്ളി വേണം, എത്ര പച്ചമുളക് വേണം, അതുപോലെ നമുക്ക് എത്ര ക്യാരറ്റ് വേണം, തേങ്ങയുടെ അളവ് എത്ര വേണം എന്നൊക്കെ ചിന്തിക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഈ ഒരു ക്യാരറ്റും ധാരാളമാണ് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് പീൽ ചെയ്തെടുക്കാണ്. ഞാനിവിടെ ഒരു അത്തപ്പൂക്കളം തീർത്തിട്ടുണ്ട്, ഇത് കണ്ടോ. അപ്പൊ ഇത് മാത്രല്ല കേട്ടോ, ഇവരുടെ കൂടെ കുറച്ച് കൂട്ടുകാർ കൂടെ ഉണ്ട്, അവരെ കൂടി പരിചയപ്പെടുത്താം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കാൻ വേണ്ടി ഉപ്പ് പൊടി ആട്ടോ ഇതിനകത്ത്. പിന്നെ ഇത് എണ്ണയാണ്, അതുപോലെ ഇത് നമ്മൾ വറുത്ത റവ, ഇത് കടുക്, ഇത് ഉഴുന്നാണ്. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് നമ്മുടെ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, നമ്മുടെ ക്യാരറ്റ് ചീകിയെടുത്തത്, അതുപോലെ നമ്മുടെ തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം നമ്മുടെ ഉപ്പുമാവിലേക്ക് ആവശ്യം. ഇനി ഇത് കൂടാതെ നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണം കേട്ടോ. വെള്ളത്തിന്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം വേണ്ടേ, അപ്പൊ അതിന്റെ അളവ് പറഞ്ഞു തരാം. നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ഏതാണോ അതിൽ ആ ഒരു ഗ്ലാസും, അതിലിപ്പോ 3 ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസിന്റെ കൂടെ ഒരു 1/4 ഗ്ലാസ്, ഒരു ഗ്ലാസ് നിറയും വേണ്ട, അത്രയും വെള്ളം നമ്മൾ കൂടുതൽ എടുക്കുക. ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ് എടുത്തോണ്ട് ഈ ഗ്ലാസ് നിറയും, അതിന്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് കൂടിയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന അളവ് പാത്രത്തിനേക്കാൾ ഒന്ന് കൂടുതൽ, ഒന്ന് മുഴുവൻ കൂടുതൽ വേണ്ട, 1/4-നും ഒരു ഫുൾ ആകുന്നതിന്റെ ഇടഭാഗം കേട്ടോ, അത്രയാണ് വെള്ളം എടുക്കേണ്ടത്. ഞാൻ ഇതിനകത്തേക്ക് എന്റെ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് കറക്റ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കൂടി പോവരുത് കേട്ടോ, അപ്പൊ പിന്നെ ഒരുമാതിരി കുഴഞ്ഞിരിക്കും. കുറഞ്ഞു പോയാലോ അത് ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പൊ വെള്ളം എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് കടുക് പൊട്ടിപ്പതിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കാണ്. ഒന്ന് കളറ് മാറിയാൽ മതി. ഇത് നമ്മുടെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കൊടുക്കും, ഈ ഉഴുന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്. അപ്പം ഞാൻ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും ക്യാരറ്റും കൂടി ആഡ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇവളെന്താ ക്യാരറ്റ് തോരനാണോ വെക്കുന്നതെന്ന്. സത്യമായിട്ടും ക്യാരറ്റ് തോരൻ അല്ല കേട്ടോ, ഇത് നമ്മുടെ ഉപ്പുമാവാണ്. ഉപ്പുമാവിന് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ്നെസ്സും കൊടുക്കാൻ വേണ്ടി, അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഉപ്പുമാവ് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണേ. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇപ്പം ഇതൊന്ന് വെന്ത് വന്നിട്ട് വേണം നമുക്ക് വെള്ളം ചേർക്കാൻ. ഇപ്പം വെള്ളം ചേർക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് മൂടി വെച്ച് നമുക്ക് ഇത് ആവി കയറ്റി ആ ആവി വെള്ളത്തിൽ കുറച്ച് നേരം കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഏകദേശം വെന്ത പോലെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അളന്നെടുത്ത് വെച്ച് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ റവ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. അതിന് മുന്നേ നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട് കേട്ടോ. ഉപ്പുകൂടി ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പാകത്തിന് ഉപ്പുകൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ. ആവശ്യത്തിന് നമ്മൾ ഉപ്പുമാവിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ 2 സ്പൂൺ ഇപ്പം ഇട്ട പോലെ തന്നെ ഒരു വട്ടം കൂടി ഇട്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നോക്കുക, ഉപ്പായോ നോക്കിയതിന് ശേഷം നമ്മളിത് മൂടി വെച്ചൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഞാനിത് മൂടി വെക്കട്ടെ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് ഞാൻ ഇത് മൂടി വെക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് റവ ഇടാൻ വേണ്ടി. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മളിന്ന് റവ ആഡ് ചെയ്യാൻ പോവാണ്. ഇട്ടിട്ട് ആഡ് ചെയ്യുന്ന കേട്ടോ നല്ലത്.
അല്ലെ വേഗം കട്ട പിടിച്ചോവും, വേഗം തന്നെ ഇളക്കുകയും ചെയ്യണം. പിന്നെ കട്ട കൂടാതെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. എന്നാലേ അത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കട്ട കൂടാതെ നമുക്ക് കിട്ടുള്ളൂ. സിമ്പിൾ ഇട്ടില്ലെങ്കിൽ വേഗം ഒറ്റയടിക്ക് അത് ഡ്രൈ ആയി പോകും. അപ്പം ഇനി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മൾ മൂടി വെക്കുകയാണ്. നമുക്ക് 1 മിനിറ്റ് ഒന്ന് നന്നായി മൂടി വെക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ വേഗം ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ആവി ഒന്ന് കയറട്ടെ, നമുക്ക് മൂടി വെക്കണം. എന്നിട്ട് ഇതിന് വീണ്ടും ഇളക്കി വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടി വെക്കും. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ടൊന്ന് കുത്തി അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഞാനിത് മൂടി വെക്കും കുറച്ച് നേരത്തേക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല പാകത്തിന് ഡ്രൈ ആയി കിട്ടും. ഇപ്പം തന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാവുന്നതാണ്. അമ്മ ഒരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്തു. സൂപ്പർ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ബൈ.